ക്രിട്ടിക്കൽ ഇൽനസ് വന്ന ആളുകൾക്ക് കമ്പനി പോളിസി കൊടുക്കുമോ? പോളിസി ആക്ച്വലി പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും കൊടുക്കണം എന്നാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. IRDA പോലും പറഞ്ഞ എല്ലാ മനുഷ്യർക്കും ഇൻഷുറൻസ് കവേർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ക്രിട്ടിക്കൽ ഇൽനസ് വന്നവർക്ക്, ഞാൻ പറഞ്ഞ ക്രിട്ടിക്കൽ ഇൽനസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടിയ അസുഖങ്ങൾ, ക്യാൻസർ, ലിവർ, കിഡ്നി, ഹാർട്ട്, ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ, ഇവർക്കെല്ലാം തന്നെ അല്ലെങ്കിൽ ഓൺഗോയിങ് മെഡിക്കേഷൻ ഉള്ള ആർക്കും തന്നെ പോളിസി കൊടുക്കത്തില്ല. കാര്യം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കും എടുക്കാനുള്ള ഇൻഷുറൻസാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അസുഖം വന്നിട്ട് ഓടി വന്ന് എടുക്കേണ്ടതല്ല ഹെൽത്തിന്. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കും എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ അസുഖം വന്നിട്ടാണോ നിങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിക്കുന്ന പോലെ ആയിരിക്കും കമ്പനി. അപ്പോൾ ക്രിട്ടിക്കൽ ഇൽനസ് വന്നവർക്ക് ആദ്യം തന്നെ കൊടുക്കത്തില്ല. ഇപ്പം റീസെൻ്റ്ലി ക്യാൻസർ വന്നൊരു പേഷ്യൻ്റ് നമ്മൾ കൊടുത്തു. പക്ഷേ ക്യാൻസർ വന്നു, അവർക്ക് 7 വർഷമായിട്ട് ഇപ്പം മെഡിസിൻ കഴിക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കമ്പനി പോളിസി കൊടുക്കുന്നത്. വേറൊരു കാര്യം മനസ്സിലാക്കി, ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഷുഗർ ഉണ്ട്, പക്ഷേ ഇൻസുലിൻ എടുക്കുന്നവർ പോലും അൺഹെൽത്തി ആയിട്ടാണ് കമ്പനികൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് കമ്പനികൾ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നത് ഹെൽത്തി ആൻഡ് നോൺ ഹെൽത്തി ആയിട്ട്, അൺഹെൽത്തി ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ആൾ പോലും അൺഹെൽത്തി ആയിട്ടാണ് കമ്പനികൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇൻസുലിൻ എടുക്കുന്നവർക്ക് പോളിസി കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ പോളിസി നോർമൽ സിറ്റിസന് കൊടുക്കുന്ന പോളിസി അല്ല അവർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നോർമൽ ക്ലയൻറ്റിന് കൊടുക്കുന്ന പോളിസി, അവർ കണ്ടീഷൻസ് വെച്ചുള്ള പോളിസിയാണ് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ ഇൻഷുറൻസ് എടുത്തിടുക, വലിയ അസുഖങ്ങൾ വരാതെ നോക്കുക, വന്നു കഴിഞ്ഞാൽ ഏതായാലും ജീവിതത്തിൽ ഇൻഷുറൻസ് കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട.